നമസ്കാരം, ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് മലയാളം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ബട്ടൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുക എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ഈവൻറ്റ്സിനെ പറ്റി നമ്മൾ മുൻപ് ഒരു എപ്പിസോഡിൽ പഠിച്ചതാണ്. എന്നാലും എങ്ങനെയാണ് ബട്ടൺ ക്ലിക്ക് ഈവൻറ്റ്സ് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുക എന്നതിനെ പറ്റി ഈ എപ്പിസോഡിൽ നമുക്കൊന്നുകൂടി പഠിക്കാം. ഇപ്പോൾ ഒരു ബട്ടൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ആദ്യത്തേത്, നമുക്ക് ഒരു onClick മെത്തേഡ് നമ്മുടെ ലേഔട്ട് ഫയലിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്കൊരു ക്ലിക്ക് ലിസ്ണർ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ലിസ്ണർ സ്പെസിഫൈ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ, ഒന്നുകിൽ നിങ്ങളുടെ ബട്ടൺ നിങ്ങളൊരു ഫ്രാഗ്മെൻറ്റിൻ്റെ സബ് ക്ലാസ്സിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാകുക. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ക്ലിക്ക് ലിസ്ണർ യൂസ് ചെയ്യേണ്ടതായി വരും. അതല്ലെങ്കിൽ നിങ്ങൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്തത് റൺ ടൈമിലായിരിക്കും. അതായത് നിങ്ങൾ പ്രോഗ്രാമാറ്റിക്കലി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ബട്ടൻ്റെ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ക്ലിക്ക് ലിസ്ണർ യൂസ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഈ എപ്പിസോഡിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായി ഞാനൊരു ബട്ടൺ നമ്മുടെ ലേഔട്ടിലേക്ക് പ്ലേസ് ചെയ്തു. കൺസ്ട്രെയിൻസ് ലെഫ്റ്റും റൈറ്റും ടോപ്പും ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ക്ലിക്ക് മീ എന്ന ഒരു ടെക്സ്റ്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു. അടുത്തതായി ഈ ബട്ടൻ്റെ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ മെയിൻ ആക്ടിവിറ്റിയിൽ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സാധാരണ ജാവ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒരു ബട്ടൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ മെത്തേഡിൻ്റെ ആക്സസ് സ്പെസിഫയർ മസ്റ്റായിട്ടും പബ്ലിക് ആയിരിക്കണം, റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ മെത്തേഡിന് മസ്റ്റായിട്ടും ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കണം. അത് വ്യൂ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നെയിം യൂസ് ചെയ്യാം. ഇവിടെ നിന്നും ഞാനൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുകയാണ് ടോസ്റ്റ് ഉപയോഗിച്ചിട്ട്. You click the button. നമ്മുടെ മെത്തേഡ് റെഡിയാണോ? നമുക്ക് ഈ മെത്തേഡിനെ നമ്മുടെ ലേഔട്ടിലെ ബട്ടണുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേഔട്ടിൽ തന്നെ ഒരു onClick മെത്തേഡ് സ്പെസിഫൈ ചെയ്യുകയാണ്. അതിനായി ഇവിടെ onClick എന്ന മെത്തേഡ് എന്ന ആട്രിബ്യൂട്ട് സെർച്ച് ചെയ്യുക. നമുക്കിനി മെത്തേഡ് സെലക്ട് ചെയ്യാം. മെയിൻ ആക്ടിവിറ്റിയിൽ നമ്മൾ ഹാൻഡിൽ ബട്ടൺ ക്ലിക്ക് എന്ന മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ലേഔട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ആൻഡ്രോയിഡ് onClick എന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോറി, അതിവിടെ ക്രിയേറ്റ് ആയിട്ടില്ല. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ സെലക്ട് ചെയ്തത് ആ റൂട്ട് ലേഔട്ട് ആയിരുന്നു. അതാണ് ആ മിസ്റ്റേക്ക് സംഭവിച്ചത്. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ബട്ടൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം onClick മെത്തേഡ് സെർച്ച് ചെയ്യാം. മുമ്പേ സെലക്ട് ആയി പോയത് റൂട്ട് എലിമെൻ്റ് ആയിരുന്നു. ആ കൺസ്ട്രെയിൻഡ് ലേഔട്ടാണ് സെലക്ട് ആയത്. അതുകൊണ്ടാണ് onClick മെത്തേഡ് അവിടെ ക്രിയേറ്റ് ആവാതെ പോയത്. നമുക്ക് onClick മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഇപ്പോൾ onClick മെത്തേഡ് നമ്മുടെ ബട്ടൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ബട്ടണിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് എങ്ങനെയാണ് ഒരു ലിസ്ണർ ഉപയോഗിച്ചിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അതിനായി ഞാൻ മറ്റൊരു ബട്ടൺ ഇവിടേക്ക് പ്ലേസ് ചെയ്തു. ടോപ്പിൽ ഒരു കൺസ്ട്രെയിൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ബട്ടൻ്റെ ടോപ്പിൽ ഞാൻ ഒരു മാർജിൻ സ്പെസിഫൈ ചെയ്യുകയാണ്.
രണ്ടാമത്തെ ബട്ടൺ സെലക്ട് ചെയ്തു. അതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുകയാണ്. നമുക്ക് ഈ ബട്ടൺ ഒരു ID സെറ്റ് ചെയ്യാം. രണ്ടാമത് നമ്മൾ പ്ലേസ് ചെയ്ത ബട്ടൻ്റെ ID ബട്ടൺ ക്ലിക്ക് മീ ടു എന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ ഒരു ലിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആദ്യമായി ഒരു ബട്ടൺ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആ ബട്ടൺ onCreate മെത്തേഡിൽ നിന്നും ഇനിഷ്യലൈസ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ID ബട്ടൺ ക്ലിക്ക് മീ ടു എന്നായിരുന്നു. ഇനിയും ഈ onCreate മെത്തേഡിൽ തന്നെ നമുക്ക് ഇതൊരു ക്ലിക്ക് ലിസ്ണർ ക്രിയേറ്റ് ചെയ്യാം. സെറ്റ് onClick ലിസ്ണർ. ഇവിടെ നമുക്ക് ടോസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. ആ ബട്ടൻ്റെ ക്ലിക്ക് ഹാൻഡിൽ ആ ക്ലിക്ക് ഇവൻറ്റ്സ് നമുക്ക് ഈ onClick മെത്തേഡിൽ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇവിടെ കോണ്ടെക്സ്റ്റ് അവൈലബിൾ അല്ല, അതുകൊണ്ട് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്ന് സ്പെസിഫൈ ചെയ്യാം. യു ക്ലിക്ക് ദി ക്ലിക്ക് മീ ടു ബട്ടൺ. നമുക്കിനി നമ്മുടെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ ബട്ടൺ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം എപ്പിസോഡുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.